കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ഈ ഒരു വ്ളോഗ് ഒരു യാത്രയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ മധുരയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മധുരയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്നു എന്ന് പറയാൻ കാരണം ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തായിരുന്നു. അബിൻ ആക്ച്വലി ഫ്രം ബാംഗ്ലൂർ ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മധുരയിൽ മീറ്റ് ചെയ്തു. മധുരയിൽ നിന്നാണ് ചെന്നൈയിലോട്ട് പോകുന്നത്. അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ കോയമ്പത്തൂരും പിന്നെ അതുപോലെ ബാംഗ്ലൂരൊക്കെ കോളേജസും അവിടുത്തെ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് അവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെന്നൈ നമ്മൾ ഇതുവരെ തൊടാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെന്നൈയിലെ കോളേജസും അവിടുത്തെ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസും അവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ചെന്നൈയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉള്ളൊരു, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒത്തിരി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല NIRF റാങ്കിങ്ങിൽ ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. SRM അതുപോലെ സവിത. അപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ പറയുന്ന ടോപ്പ് കാറ്റഗറി പ്രീമിയം യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി വിസിറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് സൺഡേ ആണ്. നാളെ ആക്ച്വലി മൺഡേ മുതൽ നമ്മൾ കോളേജസ് വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആക്ച്വലി ചെന്നൈയിലെ SRM യൂണിവേഴ്സിറ്റി, അതുപോലെ ചെട്ടിനാട് മെഡിക്കൽ കോളേജ്, പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി, സവിത യൂണിവേഴ്സിറ്റി, സത്യഭാമ, അമറ്റ്, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല ടോപ്പ് പ്രീമിയം കാറ്റഗറി കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്യാമ്പസുകളൊക്കെ വിസിറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ക്യാമ്പസിൻ്റെ ഒരു ചെറിയ ടൂർ വീഡിയോസൊക്കെ ചെയ്ത് ക്യാമ്പസ് ഒന്ന് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 1 വീക്കോളം ചെന്നൈയിൽ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള കോളേജുകളെല്ലാം വിസിറ്റ് ചെയ്യണം. VIT ഒക്കെ നമ്മുടെ പ്ലാനിലുണ്ട്. പക്ഷേ അകത്ത് കയറ്റുമോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ അവിടെ എൻട്രി കിട്ടുമോ എന്നുള്ള കാര്യം പോലും ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലാതാണ് ശരിക്കും നമ്മളങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. VITയുടെ കാറ്റഗറിയിൽ ഈ പറയുന്ന SRM ഒക്കെ ഞാൻ മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തൊക്കെ കയറാൻ പറ്റും. എന്നാലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ക്യാമ്പസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ചെന്നൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെന്നൈ ആക്ച്വലി നല്ലൊരു പ്ലേസ് ആണ്. പക്ഷേ എനിക്ക് അവിടെ പേഴ്സണലി ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ദിവസം പോകാതിരുന്നത്. ഇപ്പം ഡിസംബറാണ്. ഈ ഒരു പീരീഡിൽ പോകാനുള്ള റീസൺ എന്ന് പറയുന്നതും വലിയ ചൂട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചെന്നൈ പൊതുവേ ചൂടാണ്. പിന്നെ അവിടുത്തെ വെള്ളം ഭയങ്കര ഹാർഡ് വാട്ടറാണ്. ഭയങ്കര ട്രാഫിക്കും പൊല്യൂഷനും ഉള്ളൊരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ ഇത്രയൊക്കെ സ്ട്രഗിളും ഇത്രയൊക്കെ ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടും സ്റ്റിൽ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റുഡൻസ് ഓവർകം ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഈ ക്ലൈമറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം, ഇതൊക്കെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം എനിക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ കംപ്ലീറ്റ്ലി വെള്ളപ്പൊക്കമാണ്. അതായത് മഴ ഭയങ്കരമായിട്ട് വന്നിട്ട് കോളേജസൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ കോളേജിൽ പഠിക്കുന്നത്, ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന ടൈമിലും അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് എക്സാംസൊക്കെ മാറ്റി വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മിക്ക വർഷങ്ങളിലും ഇതിങ്ങനെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റുഡൻസ് മാനേജ് ചെയ്യണമെന്നൊരു പിടിയില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ അവർ അവിടെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും തമിഴ്നാട് മൊത്തം അണ്ണാ യൂണിവേഴ്സിറ്റീസ് കോളേജസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്, ഓട്ടോണമസ് കോളേജസ് ഒഴികെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെന്നൈയിൽ പോയി ചെന്നൈ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ചെന്നൈ എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്യുന്നത്? നമ്മൾ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യണം. അപ്പോൾ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലം തന്നെ ആയിരിക്കണം. അപ്പോൾ ചെന്നൈനെ സംബന്ധിച്ച് അതൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കോളേജസും അവിടുത്തെ ടോപ്പ് കാറ്റഗറി യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ സ്റ്റേറ്റ്സിലെ സ്റ്റുഡൻസിൻ്റെ ഒരു മിക്സ്ഡ് ക്രൗഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്യാൻ കഴിയും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ NIRF റാങ്കിങ്ങിൽ ടോപ്പ് കാറ്റഗറി യൂണിവേഴ്സിറ്റീസ് എല്ലാം വരുന്നത് ഈ പറയുന്ന ചെന്നൈയിലാണ്. അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അവിടെയുള്ള ഈ പ്രീമിയം കാറ്റഗറി യൂണിവേഴ്സിറ്റീസ് എല്ലാം NIRF റാങ്ക്ഡ് ആണ്. പിന്നെ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും എനിക്ക് അവിടെ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈ പൊതുവെ ഹോട്ടാണ്. മാത്രമല്ല അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ്റെ സൈഡ് നോക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഗുണങ്ങളുണ്ട്. കാരണം അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി നല്ലതാണ്, പൊതുവെ എഞ്ചിനീയറിംഗും മെഡിക്കൽ കോഴ്സസും ഒക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ചെന്നൈ എന്ന് പറയുന്ന ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കോളേജ് ചൂസ് ചെയ്യണം. എല്ലാ കോളേജസും ഒരു അടിപൊളി പിന്നെ എഡ്യൂക്കേഷൻ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
അപ്പോൾ നല്ല എഡ്യൂക്കേഷനുള്ള കോളേജ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ചൂടും അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പിന്നെ ചെന്നൈ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് നല്ല പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനീസും മെക്കാനിക്കൽ കമ്പനീസും ഒരുപാട് മെഡിക്കൽ കോളേജസും ഹോസ്പിറ്റൽസൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സസൊക്കെ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുക്കാനും അതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോബ് ചെയ്യാനും ഇന്റേൺഷിപ്സ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ചെന്നൈ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെന്നൈയുടെ കഥകളൊക്കെ പറഞ്ഞ് ഏകദേശം മധുരയിൽ നിന്ന് എവിടെ എത്തിയിട്ട് അതിന് നാഗമംഗലം. അപ്പോൾ നാഗമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് വിശപ്പ് വെച്ചിട്ടുണ്ട്. ട്രിച്ചി വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ റൂട്ട് പോകുമ്പോൾ നല്ല റെസ്റ്റോറൻറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൂട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ നല്ല റെസ്റ്റോറൻറ്റ്സ് സജസ്റ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഈ റൂട്ട് പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കയറി കഴിക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ തപ്പി നോക്കുന്നുണ്ട്. എനിക്ക് ഈ റൂട്ടിലുള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും അറിയില്ല. ഞാൻ എന്തായാലും ഏതെങ്കിലും കിട്ടുന്നിടത്തുനിന്ന് കഴിച്ചിട്ട് ഞാൻ ആ റെസ്റ്റോറൻറ്റ് റിവ്യൂ പറയാം. അപ്പോൾ അല്ലാതെ ആർക്കെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെന്നൈയുടെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ചെന്നൈ എന്താണ്, എവിടെയാണ് യൂണിവേഴ്സിറ്റിയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ. ചെന്നൈ നമ്മൾ വിചാരിക്കും പോലെയല്ല, ശരിക്കും ഒരു വലിയ സിറ്റിയാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോടാ അതിൻ്റെ പേരെന്തോ? അമ്മിക്കൽ അല്ലേ? അമ്മിക്കൽ റെസ്റ്റോറൻറ്റ്. കൊള്ളാം, നല്ല പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഈ പേര് കേൾക്കുന്നത്. അപ്പം ആ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല ഫുഡായിരിക്കും. ഇവിടുത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഹോട്ടലിലോട്ട് പോയി നോക്കാം. നമ്മൾ ഏകദേശം ട്രിച്ചി കറക്റ്റ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രിച്ചിയുടെ മെയിൻ ജംഗ്ഷനാണ്. നമുക്ക് ഹൈവേയിലാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രിച്ചിയിൽ നിന്ന് ഹോട്ടലിൽ തപ്പി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന ഹൈവേയിൽ നിന്ന് താഴെ അണ്ടർപാസിൽ ഇറങ്ങി നമ്മുടെ ട്രിച്ചി ടൗണിനകത്തോട്ട് വന്നിട്ടുണ്ട്. ടൗണിനകത്താണ് നമ്മുടെ ഈ അമ്മിക്കൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നേരെ ഹോട്ടലിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എടാ சாப்பாடு இருக்கா? இருக்கு சார். இருக்கா? இருக்கு சாப்பாடு. சரி சரி சரி. இங்கே என்ன ஸ்பெஷலு? பிரியாணி இருக்குது, சிக்கன் பிரியாணி இருக்குது, மட்டன் பிரியாணி இருக்குது. இல்லை இங்கே நம்ம ட்ரிச்சியில் என்ன ஸ்பெஷலாக இருக்கும்? ட்ரிச்சியில் ബിരിയാണി. ഇங்கே സ്പെഷ്യൽ ബിരിയാണി. ആമാ സാർ. ഓക്കെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൊള്ളാം, ഭയങ്കര വെൽക്കമിങ് ആണ്. നല്ല അടിപൊളി ആയിട്ട് സ്നേഹമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ പോലെ ഇവിടുത്തെ ഫുഡും അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും റെസ്റ്റോറൻറ്റിൽ കയറി നോക്കട്ടെ. അവനൊരു ബിരിയാണിയും ഞാനൊരു തന്തൂരി ഹാഫുമാണ് ഓർഡർ ചെയ്ത്. ഞാൻ ചെറിയ ഡയറ്റും പരിപാടിയിലൊക്കെയാണ്, അതുകൊണ്ട് തന്തൂരിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബിരിയാണി എങ്ങനെയുണ്ട്? എടാ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്. നല്ല മുട്ടയും ചിക്കനൊക്കെ വെച്ചിട്ട് നമ്മുടെ തമിഴ്നാട് ട്രഡീഷണൽ ബിരിയാണിയാണ്. ഒരു തലപ്പാക്കട്ടിയായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ എനിക്ക് തലപ്പാക്കട്ടി ബിരിയാണി നല്ല ഇഷ്ടമാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉളുപ്പോ ബിരിയാണി ആണോ? കൊള്ളാവോ? സാധനം എങ്ങനെയുണ്ട്? ബിരിയാണി ഇല്ല, തക്കാളി സാധനത്തിൽ അവലിച്ചിട്ട്. ഓ അങ്ങനെയാണ്. ചെന്നൈയിൽ നല്ല ബിരിയാണി കിട്ടത്തില്ല അപ്പോൾ? എടാ അത് ചെറിയ കടയിലല്ല, അത്യാവശ്യം പ്രീമിയം റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ നല്ല ബിരിയാണി കിട്ടത്തില്ലേ? ചെന്നൈ ബിരിയാണി സാധനം ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ തലപ്പാക്കട്ടിയുണ്ട്, ബിരിയാണി ഉണ്ട്. അതുപോലെ അവിടെ പോകുമ്പോൾ നമ്മൾ കോയമ്പത്തൂരിലെ ബിരിയാണിക്ക് വേറെ ഫ്ലേവർ ഉണ്ട്. ചെന്നൈക്ക് അവരുടെ ചെന്നൈക്ക് അവർക്ക് അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ട്. ചെന്നൈക്ക് ചെന്നൈ ബിരിയാണി നല്ല ബിരിയാണി തിരിച്ചു വരുന്നതാണ്. അവിടെ ഉള്ളതിന് വേറെ അവിടുത്തെ കേളക്കടയാണ്, പിന്നെ തലപ്പാക്കട്ടിയാണ്. പിന്നെ ശരിക്കും ഫുഡ് സ്ട്രഗ്ലിംഗ് ആണ് അവിടെ. ബിരിയാണി കിട്ടും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഗ്രില്ലിന് വെയിറ്റിംഗ് ആണ്. എൻ്റെ ഗ്രില്ലും കൂടെ വന്നിട്ട് ബാക്കി റിവ്യൂ പറയാം. ഫൈനലി നമ്മുടെ തന്തൂരി ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, ബിരിയാണി കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഞാൻ ട്രൈ ചെയ്തു. തന്തൂരി ഓക്കെ, ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം നൈസ് ഫുഡാണ്. അപ്പോൾ എന്തായാലും റെക്കമെൻഡഡ് ആണ്. ഇപ്പോൾ ഈ റൂട്ട് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് പേരെന്ന് പറയുന്നത് അമ്മിക്കല്ലേ? അമ്മിക്കൽ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്കിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചെന്നൈയുടെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.
ഫുഡ് കുഴപ്പമില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം റെക്കമെൻഡഡ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, തന്തൂരി അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡാണ്. അപ്പോൾ ട്രിച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിച്ചി, ചെന്നൈ ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ചെറിയ എക്സ്പീരിയൻസ് കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ട്രിച്ചി ചെന്നൈ സൈഡ് പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഈ ഹോട്ടൽ അമ്മിക്കൽ റെക്കമെൻഡഡ് ആണ്. കുഴപ്പമില്ലാതെ ഫുഡ് കഴിക്കാം. ബിരിയാണി അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ബാക്കി ബ്രെഡ് ഐറ്റംസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. റിട്ടേൺ നമ്മൾ ഈ റൂട്ടാണ് വരുന്നതെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ചെന്നൈ അല്ലേ. അപ്പോൾ ചെന്നൈ ആക്ച്വലി ചെന്നൈ ശരിക്കും പറഞ്ഞൊരു വലിയ സിറ്റിയാണ്. ഈ ചെന്നൈയുടെ നോർത്ത് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെട്രിമാരൻ്റെ സിനിമയിലൊക്കെ കാണുന്ന, ശരിക്കും മറ്റേ വെട്രിമാരൻ്റെ മറ്റേ വടച്ചെന്നൈ, പിന്നെ വേറെ ഏതാണ് സിനിമകൾ, അരസൻ, അതിലൊക്കെ കാണുന്ന ചെന്നൈയാണ് ശരിക്കും നോർത്ത് ചെന്നൈ എന്ന് പറയുന്നത്. അത് ചെന്നൈ തന്നെ ജനിച്ച് വളർന്ന, ചെന്നൈ എന്ന് പറയുന്ന നഗരത്തിൽ താമസിക്കുന്ന അവിടുത്തെ തന്നെ ലോക്കൽ ആൾക്കാരാണ്. ബാക്കി ചെന്നൈയുടെ ഭാഗം എന്ന് പറയുന്നത് കൂടുതൽ മൈഗ്രേറ്റഡ് ആണ് ആൾക്കാർ. ഈ നോർത്തിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ട് ഇവിടെ. മാത്രമല്ല പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഡസ്ട്രീസും IT പാർക്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. കുറച്ച് ഈ ചെന്നൈ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളത്, അതായത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നതും ഈ സൈഡല്ലേ, സൗത്ത് സൈഡല്ലേ. മറ്റൊരു തമിഴ്നാടിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് അത്യാവശ്യം. എന്നാലും അത്യാവശ്യം അങ്ങനെ റോഡും കാര്യങ്ങളൊന്നും അങ്ങനെ ഭയങ്കര ഡെവലപ്പ് അല്ലാത്ത സ്ഥലങ്ങളൊന്നും അല്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ടെക് പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സൈഡാണ് ചെന്നൈയുടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ട്രെയിനിലൊക്കെ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നും നിങ്ങൾ ഈ പിന്നെ വീഡിയോസിലൊക്കെ കാണുന്ന ചെന്നൈയുടെ ഹാർട്ട് പ്ലേസിലൊന്നും അല്ല. കുറച്ച് ചെന്നൈയുടെ സെൻറ്ററിൽ നിന്നൊക്കെ മാറിയിട്ടാണ്. ചെന്നൈയുടെ സിറ്റി സെൻറ്ററിൽ വരുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമ്മുടെ എസ്പെഷ്യലി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മുടെ അണ്ണാ യൂണിവേഴ്സിറ്റി, അതായത് NRF റാങ്കിങ്ങിൽ തന്നെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന എഞ്ചിനീയറിംഗിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി വരുന്നത് ഗിണ്ടി ക്യാമ്പസ്, അതായത് അത് ചെന്നൈ സെൻട്രലാണ്. പിന്നെ അതുപോലെ തന്നെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, ലോയോള, ഇങ്ങനെയുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെന്നൈ സിറ്റി ഏരിയയിലാണ്. ബാക്കി ഈ പറയുന്ന SRM യൂണിവേഴ്സിറ്റി, ഹിന്ദുസ്ഥാൻ, പിന്നെ ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ ചെന്നൈ സെൻട്രലിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ പിന്നെ ചില യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ SRM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് കാട്ടാങ്കുളത്തൂർ ഇറങ്ങാൻ പറ്റും. അപ്പം ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കോളേജും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ചെന്നൈയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെന്നൈ സെൻട്രലല്ല. ചെന്നൈ സെൻട്രിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 20 to 30 കിലോമീറ്റർ ആവറേജ് മിനിമമെങ്കിലും വരും. മേജറായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ചെന്നൈ സെൻട്രലിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസിലൊക്കെ കാണുന്ന ചെന്നൈയിൽ ആണ്, ഹാർട്ട് ഓഫ് ദി ചെന്നൈയിൽ തന്നെ എനിക്ക് പഠിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കരുത്. ട്രാവലിംഗ് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും, അത് മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്നുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ പ്രിഫർ ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ പോലെ അവിടെ നമ്മളിപ്പോൾ ട്രെയിനിൽ വരികയാണെങ്കിൽ ട്രെയിനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ ബസ്സോ അല്ലെന്നുണ്ടെങ്കിൽ, കാരണം ക്യാബൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ ക്യാബ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റി സൈഡിലോട്ടൊക്കെ. ഇപ്പം ECR റോഡിലാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ ECR സൈഡല്ലേ പറഞ്ഞ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി ക്യാബ് സൈഡാണ്. പക്ഷേ എല്ലായിടത്തും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ക്യാബ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റിനായിട്ട് പോകാൻ പറ്റും ഗൈസ്. അതിനാണ് നമുക്ക് മെഡ്രാസിൽ ലോക്കൽ ട്രെയിൻസ് ഉണ്ട്. ലോക്കൽ ട്രെയിൻസ് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ SRM ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ നിങ്ങൾക്ക് നേരെ ആണെങ്കിൽ സിറ്റി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ടു നമ്മുടെ ഗിണ്ടി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെന്നൈ വന്നു കഴിഞ്ഞാൽ കൂടുതലും പിന്നെ ഈ ലോക്കൽ ട്രെയിൻസ് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ലോക്കൽ ട്രെയിൻസ് കൂടുതൽ. ഓക്കെ. അപ്പൊ ഈ മെട്രോയുടെയൊക്കെയോ? മെട്രോ നിൽക്കുകയാണെങ്കിൽ എയർപോർട്ട് ഒരു മെട്രോ ഉണ്ട്. എയർപോർട്ട് ഈ SRM കോളേജ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ബാക്കി കോളേജ് സൈഡിലോട്ടോ ഒന്നും മെട്രോ ആക്സസിബിലിറ്റി കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് സത്യഭാമയിൽ അവിടുത്തെ മെട്രോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ നമ്മളിപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെന്നൈ സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ ചെന്നൈ സിറ്റി സെൻട്രൽ എവിടെ വേണോ കണക്ട് ചെയ്യാൻ മെട്രോ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ചെന്നൈ സെൻട്രൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റീസിലോട്ട് കോളേജസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അബിൻ പറഞ്ഞ പോലെ അവിടുത്തെ ട്രെയിൻ ഫെസിലിറ്റി യൂസ് ചെയ്യാം. ബസ് മതിയെങ്കിൽ ബസ്, കാരണം ബസ്സാകുമ്പോൾ നല്ല ട്രാഫിക് ഒക്കെ കാണും. ട്രെയിൻ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ട്രെയിൻ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കോളേജസിൻ്റെ വീഡിയോ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പം അവിടത്തോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ജസ്റ്റ് ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഒന്നും സിറ്റി സെൻട്രലല്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് പല പിള്ളേരും നമ്മളെ വിളിച്ച് ചോദിക്കും. കാരണം ബാംഗ്ലൂർ ഇതുപോലെ തന്നെയാണ്. സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം 20
20-30 കിലോമീറ്റർ മാറിയിട്ടാണ് എല്ലാ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും വരുന്നത്. അതുപോലെ തന്നെയാണ് ചെന്നൈയുടെ കാര്യത്തിൽ. അപ്പോൾ പല സ്റ്റുഡൻസും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, ചേട്ടാ എനിക്ക് ഈ ചെന്നൈ സിറ്റി സെൻറ്ററിൽ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഔട്ടറായിട്ടുള്ള ഏരിയ ഒന്നും പറ്റൂല എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ ഈ ചെന്നൈ സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് നമ്മൾ മാറിയിട്ട് ഈ യൂണിവേഴ്സിറ്റീസ് വരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിനേക്കാളും എക്സ്പെൻസീവ് ആണ് ചെന്നൈ. ഒരു ചായ ഓടിക്കണമെങ്കിൽ പോലും ബാംഗ്ലൂർ കൊടുക്കുന്നതിനേക്കാളും കോസ്റ്റ്ലിയാണ് ചെന്നൈയിൽ. ഫുഡ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അക്കോമഡേഷന് നല്ല പൈസ വരും. പിന്നെ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇത്രയും മാറിയിട്ട് ഈ കോളേജസ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നത് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അഫോർഡബിൾ ആയിട്ട് നമുക്ക് പിന്നെ ഈ സ്റ്റേ ഒക്കെ കിട്ടും. കാരണം ഹോസ്റ്റൽസും അതുപോലെ റൂംസൊക്കെ കുറച്ച് അഫോർഡബിൾ ആയിട്ട് കിട്ടും. കാരണം എല്ലാ സ്റ്റുഡൻസും ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കില്ല നിൽക്കുന്നത്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് കുറച്ച് സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റും. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതുകൊണ്ട്. ചെന്നൈ പോകുന്ന വഴിക്കാണ് നമ്മുടെ SRMൻ്റെ പിന്നെ ട്രിച്ചി ക്യാമ്പസ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പിന്നെ ട്രിച്ചി ചെന്നൈ ഹൈവേയിലാണ് ക്യാമ്പസ് വരുന്നത്. നമ്മുടെ 4 ലൈൻ ഹൈവേ, ഈ ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ ഈ കണ്ട ട്രിച്ചി ക്യാമ്പസ് വരുന്നത്. ഇത് ആക്ച്വലി മെഡിക്കൽ കോളേജാണ് SRMൻ്റെ. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ക്യാമ്പസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമ്പസാണ്. ഭയങ്കര വലിയ പേഷ്യൻ്റ് ക്രൗഡൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് മെഡിക്കൽ കോളേജാണ്. എന്നാലും പൊതുവേ നമ്മുടെ ചെന്നൈ കാട്ടാംകുളത്തൂർ ക്യാമ്പസൊക്കെ ഫസ്റ്റ് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സ്റ്റുഡൻസ് മെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ അടുത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് നമ്മളിപ്പോൾ കണ്ട ട്രിച്ചി സൈഡുള്ള SRM മെഡിക്കൽ കോളേജ്. കുഴപ്പമില്ല, ഓക്കെയാണ്. എഡ്യൂക്കേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വലിയൊരു പേഷ്യൻ്റ് ക്രൗഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് തന്നെ. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ ക്യാമ്പസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും വലിയ കുഴപ്പമില്ല. ഞാൻ കേട്ടെടുത്തോളം വലിയ കുഴപ്പമില്ലാത്തൊരു മെഡിക്കൽ കോളേജ്, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു പോകാം. ചെന്നൈയിൽ വരാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസംബർ ടൈമാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം 4 മണിയായിട്ടും വെയിലൊന്നുമില്ല വലുതായിട്ട്. സാധാരണ അറിയാമല്ലോ ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും വെയിലും ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു ഡിസംബർ ടൈം ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലാതൊരു പിന്നെ പ്രകൃതി അന്തരീക്ഷമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ അണഞ്ഞു കിടക്കുകയാണ്. ഒരു ചെറിയൊരു മഴയുടെ പ്രതീതിയുണ്ട്. മഴയല്ല, സൈക്ലോൺ ബോർഡ് ഉണ്ടല്ലേ? ഇല്ല, സൈക്ലോൺ ഫോം ആയിട്ടുണ്ട്. എവിടെ? ഈ ഭാഗത്തോ? ചെന്നൈ ഭാഗത്ത് ബേ ഓഫ് ബംഗാളിൽ എപ്പോഴും ഡിസംബർ ജനുവരി ടൈമിൽ സൈക്ലോൺ ഫോം ആവും. അതാണ് ഇവിടുത്തെ എല്ലാ നമുക്ക് സെം എക്സാം ഒന്നും ഡിസംബർ നടത്തുന്നില്ല. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നേരത്തെ പറയുന്നത് നമുക്ക് ഇവിടുത്തെ മഴ പെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ബിൽഡിംഗ് മൊത്തം വെള്ളത്തിനകത്താവും. അപ്പൊ എക്സാം നടത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ വർഷം കഴിഞ്ഞ സിറ്റിക്കകത്തല്ലേ പ്രശ്നമുള്ളൂ. നമ്മുടെ ഔട്ടർ സൈഡിലൊന്നും വലിയ പ്രോബ്ലം അല്ല. ചെന്നൈ എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഏരിയ എന്ന് പറയും. ഇപ്പൊ ഈ ഫാമിംഗ് ലാൻഡ് എന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഒരു ഏരിയ ആണ് ചെന്നൈ എന്ന് പറഞ്ഞാൽ ഫുൾ സിറ്റി. ഓക്കെ, അവിടെ വെള്ളം താഴത്തില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ചെന്നൈ നിന്നിട്ട് ആന്ധ്ര സൈഡിൽ പോയി വിചാരിച്ചോ, ലൈക്ക് ചെന്നൈ ആന്ധ്ര അടുത്തല്ലേ, അതിന്റെ ബോർഡർ സൈഡിലോട്ട് പോകുമ്പോഴായിരുന്നാലും അവിടെ ഫുള്ളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൾട്ടിവേഷൻ ലാൻഡാണ്. കൾട്ടിവേഷൻ ലാൻഡിന് ഇവര് കൾട്ടിവേഷൻ ലാൻഡ് നികത്തിയിട്ട് അതിന് മുകളിൽ ബിൽഡിംഗ് വെച്ചിരിക്കുകയാണ്. സോ വൺസ് മഴ പെയ്താ വെള്ളം താഴെ പോകത്തില്ല. അപ്പൊ എല്ലാ വർഷവും ഈ പറഞ്ഞ ടൈം ആകുമ്പോൾ പണി കിട്ടും. എല്ലാ വർഷം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ലൈക്ക് 2020 തൊട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചെന്നൈയിൽ ഈ വെള്ളപ്പൊക്കം പ്രശ്നങ്ങൾ വരുന്നുണ്ട് പൊതുവെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ അലർട്ട് കൊടുത്ത് സ്റ്റുഡൻസിനെല്ലാം മാറ്റുമല്ലോ. എല്ലാ മാസവും ഡിസംബർ ലീവാണ് ഇവിടെ. എല്ലാ വർഷവും ഡിസംബറിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജും ലീവിലിടും. ലൈക്ക് ഓൺലൈനായിട്ട് പോകും, അല്ലെങ്കിൽ ലീവ് വിടും. ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് പോകും. ലൈക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ലീവ് വിടും. അണ്ണാ യൂണിവേഴ്സിറ്റി അണ്ടർ കോളേജസ് എല്ലാം ലീവ് വിടും. ഫുൾ ആ ടൈം പീരീഡ് ചെന്നൈ സത്യം പറഞ്ഞാൽ ഈ ടൈം പീരീഡ് നൈസാണ്. കാരണം എനിക്ക് ക്ലൈമറ്റ് വൈസ് നേരത്തെ നമ്മൾ ട്രാവൽ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ട്രാവൽ ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നല്ല ചൂടായിരിക്കും, ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ളതാണ്. ഒരുമാതിരി നമ്മൾ അവിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും. റോഡ് നല്ല ഫോഗി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 ഇതുണ്ട്. നമുക്ക് നമ്മളിപ്പോ ട്രിപ്പ് 4 മണിക്ക് ശരിയാണ്. നമ്മൾ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ത്രൂ ഔട്ട് നമുക്ക് 1 or 2 വീക്സ് നമുക്ക് ട്രാവലാണ്. ചെന്നൈയിലാണ് ഫുള്ള് നിൽക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ, അല്ലെങ്കിൽ വെയിൽ വരാം. മഴ പെയ്താൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആവും.
ഉറപ്പാണ് കൺഫേം ആയിട്ട് നമ്മൾ സ്റ്റക്ക്. കാരണം ചെറിയ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലടാ, നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ ഈ സെയിം പ്രശ്നം. അവിടെ വെള്ളം കയറും, എല്ലായിടത്തും വെള്ളം കയറും. എനിക്ക് തോന്നുന്നു അവരിപ്പോ ഒരു 400 crore എന്തോന്നോ വെള്ളം വന്ന ലൈക്ക് മഴ പെയ്താൽ വെള്ളപ്പൊക്കം വരല്ലെന്ന് പറഞ്ഞ് തന്നെ തടയാൻ വേണ്ടി തമിഴ്നാട് ഗവൺമെന്റ് ഒരു 4,000 crore എന്തോന്നോ ബിസിനസ് ലൈക്ക് ഒരു കാര്യം ചെയ്തു ഇവിടെ. അതും ഫെയിലോഡാണ്. അത് ലാസ്റ്റ് വീക്ക് ന്യൂസിലൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്റ്റിൽ ഐ ലവ് ചെന്നൈ. അതാണ് ആൾക്കാരുടെ മൂഡ്. ശരിയാണ്, കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ ചെന്നൈ അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാലും. നെഗറ്റീവ് എന്നല്ല, എല്ലാ ലാൻഡിലും അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ കാണുമല്ലോ, എല്ലാ നാട്ടിലും. അതുപോലെയുള്ള ബാംഗ്ലൂരിലുണ്ടല്ലോ, ബാംഗ്ലൂരിൽ സമ്മർ ടൈം ആകുമ്പോൾ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ട്, വെള്ളം കിട്ടത്തില്ല കറക്റ്റ് ടൈമിന്. പിള്ളേർക്ക് പിന്നെ തണുത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. മാത്രമല്ല ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്നു ചില ഈ ഏരിയാസിൽ വെള്ളം വരാഞ്ഞിട്ട് പിള്ളേർക്ക് കുളിക്കാൻ പോലും വെള്ളം ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഓവർകം ചെയ്ത് ഇവിടെ നിന്ന് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഭയങ്കര എന്ന് വെച്ചാൽ ആ ഒരു പീരീഡിൽ എന്തായാലും പിള്ളേർക്ക് നാട്ടിൽ പോകാമല്ലോ. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അവർ ലീവ് കൊടുത്ത് വിടുമല്ലോ. നേരത്തെ സൈക്ലോൺ ഔട്ട് ബ്രേക്ക് നേരത്തെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ആ സൈക്ലോൺ വന്നാൽ എന്തായാലും മഴ പെയ്യുമെന്ന് അറിയാം ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് മഴ പെയ്താലില്ലെങ്കിലും ലീവ് ഇടും. നമ്മൾ ആക്ച്വലി ഈ വ്ളോഗിൽ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്റ്റഡി ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ചിന്തിക്കണം. അല്ലാതെ ഇപ്പോൾ ചെന്നൈനെ കുറിച്ച് ഞാൻ നെഗറ്റീവ് ആക്കി ചെന്നൈയിൽ നിങ്ങൾ വരരുത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അലേർട്ടായിരിക്കണം, കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസൊക്കെ പൊതുവെ ലീവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആ സമയത്ത് നമുക്ക് നാട്ടിൽ പോവാം. ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതെന്താ പറയുക, ഇപ്പോൾ പൊടിയാ കാറ്റുണ്ടല്ലേ ചെറിയ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇതൊക്കെ ജസ്റ്റ് ചെന്നൈയിലോട്ടൊരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വരുന്ന സമയത്ത് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ക്യാമ്പസ് മാൻ്റെ പിന്നെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒന്നും ഇത് പുതിയതായിട്ടൊന്നും അല്ല. നിങ്ങളിപ്പോൾ ചെന്നൈനെ കുറിച്ച് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഈ ഡേറ്റാസും ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നു നമ്മുടെ ചാനലിലൂടെ. അത്രേ ഉള്ളൂ. അപ്പം ഗായ്സ്, ഫൈനലി നമ്മുടെ ചെന്നൈ ട്രിപ്പിൽ 4 മണിയായപ്പോൾ ഇത്രയും ലൈറ്റ് ഡൗൺ ആയപ്പോഴേ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു മഴ പെയ്യുമോ എന്നുള്ളത്. നൈസായിട്ട് മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനിത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് കൊള്ളാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൈമിൽ വന്നത്. എന്തായാലും ലൈറ്റായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 200 കിലോമീറ്റർ ഇനിയും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ചെന്നൈ എത്തിയിട്ടൊന്നുമില്ല, ചെന്നൈ പോകുന്ന വഴിയാണ്. ഓക്കെ, മധുരയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന വഴി എന്തോടെ സ്ഥലത്തിന് പേര്? ഉളണ്ടൂർ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു അടിപൊളി സ്പോട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ചായയും സ്നാക്സും പരിപാടിയൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ റൂട്ട് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് ചായക്ക് കുടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടോളിൻ്റെ സൈഡിലാണ്. ഉളുണ്ടൂർ പേട്ട എന്ന് പറയുന്ന ടോളിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. ഇവിടെ നമ്മൾ ചായ കുടിക്കുന്ന പരിപാടിയിലാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി ജസ്റ്റ് ഒരു ടീ സ്പോട്ട് മാത്രമല്ല, ഇവിടെ തന്നെ അത്യാവശ്യം ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ചാറ്റ്സിൻ്റെ ഈ ചാറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ മോമോസ്, അതുപോലെ സാൻഡ്വിച്ച്, ഇങ്ങനത്തെ സംഭവങ്ങൾ, മറ്റേ എന്താണ് പാനിപ്പൂരിയൊക്കെ ഉണ്ടല്ലേ, പാനിപ്പൂരി, സ്പ്രിംഗ് റോൾ, ഇങ്ങനത്തെ എല്ലാ ചാറ്റ്സും പരിപാടികളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഒരു റിഫ്രഷ്മെൻറ്റിനും എല്ലാ ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ ചായ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. വെയിറ്റിംഗ് ആണ് ചായക്ക് വേണ്ടിയിട്ട്. എന്നാ ടീ ലേറ്റ് ആവുമാ? ഓക്കെ ഓക്കെ. അത്യാവശ്യം ക്രൗഡ് ഉള്ളതുകൊണ്ട് ചെറിയ പോസ്റ്റ് ഉണ്ട്. ഇത് ടീ നാട്ടു സക്കരേ ഇല്ല ഷുഗറാ? നാർമലാ? നാട്ടു സക്കര ഇരുന്നതാ? ശരി, ഓക്കെ, പറ. ഇപ്പോൾ നമ്മുടെ റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. പതിവ് പോലെ വീണ്ടും യാത്രയാണ്. അപ്പോൾ ഇത്രയും നേരം അഭിൻ ഓടിച്ചു, ഇനി കുറച്ച് നേരം ഞാനായിരിക്കും വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ കാട്ടാംകുളത്തൂർ പോവുക. നമ്മൾ ചെന്നൈ അകത്ത് കയറുന്നില്ല. നേരെ നമ്മുടെ SRM യൂണിവേഴ്സിറ്റി, അതായത് കാട്ടാംകുളത്തൂർ SRM യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പോയിട്ട് നൈസായിട്ട് റൂം എടുത്ത് കൂടണയുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്.
അപ്പോൾ നാളെ നമ്മൾ രാവിലെ SRM യൂണിവേഴ്സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ കണ്ടിട്ട് നാളെ ഇങ്ങനെ ആയിരിക്കുമോ ഇല്ലയോ എന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ രാവിലേക്ക് ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. അതായത് മഴ പെയ്തില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ സീനില്ല, നമുക്ക് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ മഴ പെയ്താലാണ് പണി കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇടയിൽ പാട്ട് കയറി വന്നു വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അത് കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ് ഗൈസ്. വ്ലോഗിൻ്റെ ഇടയിൽ പാട്ട് കയറി വന്നു. അപ്പോൾ ഓക്കെ ശരി, അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ബൈ ബൈ. ഓക്കെ, നമ്മൾ ടോള് നമുക്ക് ടോള് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലടാ, മറ്റേ ഇയർലി പാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉലുണ്ടൂർപേട്ടിൽ നിന്ന് തിരിച്ച് വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു ടോൾ ഉണ്ടായിരുന്നു. ടോളിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഹൈവേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 3000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആനുവൽ പാസ് കിട്ടും. ആ ഒരു പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഒരു പോർട്ടലുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല. സോ അതിൽ കയറി നമ്മൾ 3000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 200 ടാപ്പ് കിട്ടും. നമ്മൾ പിന്നെ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവറേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു ടോളിന് 15 രൂപ വെച്ച് ചിലവാകുന്നുള്ളൂ. അല്ലെങ്കിൽ 100 റുപ്പീസും 120 75 ഒക്കെ വെച്ചിട്ട് പല ടോളിനും പല ചാർജാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ആവുന്ന ഒരു കാര്യമാണ്. ഹൈവേസിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ 3000 രൂപയുടെ ആനുവൽ പാസ് എടുക്കുന്ന ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചെന്നൈ റീച്ച് ആയിട്ടുണ്ട്. ഏകദേശം 11 മണിയായി. നമ്മളിപ്പം ചെന്നൈയുടെ എയർപോർട്ടിനടുത്താണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ മുതലാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ, ദിസ് ഇസ് ശരത് ഫ്രം ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.